ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫാണ് കാണിക്കുന്നത്. പുതുവർഷമൊക്കെ ആണല്ലോ, ഒരു ചേഞ്ച് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. വൈകുന്നേരം 4 മണി വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ രാവിലെ ഒരു 6 മണിയായപ്പം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഫ്രഷ് ആവുകയാണ്. സ്കൂളിലുള്ള ഒരു ദിവസം ആയത് കാരണമാണ് 6 മണിക്ക് എണീക്കുന്നത്, അല്ലെങ്കിൽ താമസിച്ചൊക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യുന്നത് ഒരു കട്ടൻ കാപ്പി കുടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ വെള്ളം വെച്ചു, പഞ്ചസാര ഇട്ടു. വാങ്ങിക്കുന്ന പൊടിയായ കാരണം കുറച്ച് ഉലുവാപ്പൊടി, ലേശം കാപ്പിപ്പൊടി ഇട്ടും വെച്ച് അത് തിളച്ച് അതൊരു 10 മിനിറ്റ് നേരം ഞാൻ വെക്കും. ഒന്ന് ചൂടാറി മട്ടയ്ക്ക് ഒന്ന് അടിയാൻ വേണ്ടി. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കാപ്പി എടുത്തു. ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് ഗുഡ് മോർണിംഗും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു. അതിന് ശേഷം അടുക്കളയിൽ പിന്നെ ഞാൻ വന്നു. അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് ദോശയാണ്. ഇവിടെ സാധാരണ സ്കൂളുള്ള എല്ലാ ദിവസങ്ങളിലും ഇഡലി അല്ലെങ്കിൽ ദോശ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ കൂടെ ദോശയുടെ ഒപ്പം ഞാൻ സാമ്പാറാണ് വെക്കുന്നത്. അപ്പം എൻ്റെ മോന് ദോശയും ഇഡലിയുമാണ് അവന് മെയിനായിട്ട് താല്പര്യമുള്ളത്. ഇതിന് ലഞ്ചിനും ഈ ദോശ തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ആദ്യമേ അപ്പോൾ പരിപ്പെടുത്ത് ഞാനൊരു 3-4 വട്ടം കഴുകി അത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഷ്ണം എടുത്ത് വെച്ചിരുന്ന എല്ലാം അരിഞ്ഞ് അതും കഴുകി നമ്മൾ കുക്കറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് സാമ്പാർ കഷ്ണം അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അവന് കൊണ്ടുപോകാനുള്ള വെള്ളം തിളയ്ക്കാനും പാല് തിളപ്പിക്കാനും കൊണ്ടും വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ചായക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഈ സമയം കൊണ്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയും പിന്നെ ഞാൻ നെസ്കഫേയുടെ കോഫി പൗഡറുമാണ് ഇടുന്നത്. കോഫി പൗഡർ എന്ന് പറഞ്ഞത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറല്ല, ഒരു ഇച്ചിരി തരിയായിട്ട് വരുന്ന ഒരു കോഫി പൗഡറാണ് മേടിക്കുന്നത്. അപ്പോൾ സാമ്പാർ കഷ്ണം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അതിനുള്ള മസാലകളൊക്കെ തയ്യാറാക്കുവാണ്. അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനൂടെ മുളക് പൊടി, സാമ്പാർ പൗഡർ, അതിൻ്റെ കൂടെ ലേശം കായപ്പൊടി, ലേശം ഉലുവാപ്പൊടി ഇട്ടും വെച്ച് അതൊന്ന് മൂപ്പിച്ച് സാമ്പാറിനുള്ളിലേക്കിട്ട് മല്ലിയിലയിട്ടാണ് സാമ്പാർ ഞാൻ സാധാരണ എടുക്കുന്നത്. അതിന് ശേഷം കഴിക്കാനുള്ള ദോശ തയ്യാറാക്കുവാണ് അതേ അടുപ്പിൽ തന്നെ. അപ്പം മോന് പ്ലെയിനായിട്ടുള്ള ദോശയാണ് അവന് കൂടുതൽ താല്പര്യം. അപ്പോൾ അവനുണ്ടാക്കുന്നതിനകത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിക്കും. നെയ്യുടെ ടേസ്റ്റ് അവന് അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഒന്ന് ചെറുതായിട്ട് മാത്രമേ ഒന്ന് തൂവി കൊടുക്കാറേ ഉള്ളൂ. അപ്പോൾ പ്ലെയിനായിട്ടുള്ള അവനുള്ള ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ദോശ ആ ചൂടോടുകൂടി തന്നെ മോന് അങ്ങ് കൊടുക്കും. അവന് അവിടെ പെല്ലെ ഇരുന്നല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ അവൻ ഇതങ്ങ് കൊടുക്കും. അപ്പോൾ അത് അവന് ഒരു 7:30 സമയമായി അപ്പോഴത്തേന്. അപ്പോൾ അവനത് കഴിക്കാൻ കൊടുക്കുവാണ്. അപ്പം കുറച്ച് നേരം രാവിലെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന സമയത്ത് കാർട്ടൂണിലേക്ക് പോകും. ടേസ്റ്റ് ഉണ്ടോ? അവനുള്ള കോഫിയും ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്. അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തതിന് ശേഷം അവനുള്ള ലഞ്ചിനുള്ളതും ഞാൻ ദോശ തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 2 ദോശ ലഞ്ചിനും കൊടുത്തു വിടും. സാധാരണ അവൻ ചോറും കാര്യങ്ങളും ഒന്നും അങ്ങനെ കഴിക്കില്ല. അതിനുശേഷം പ്ലെയിനായിട്ടുള്ള കുട്ടി ദോശ ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ചുട്ടെടുത്തിട്ടുണ്ട്. അതേ അടുപ്പിലേക്ക് ഞാൻ ഉച്ചക്കലത്തേക്കുള്ള കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു. വെള്ളം ഏകദേശം ഒന്ന് തിളയ്ക്കാറാകുന്ന സമയത്തേക്ക് അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം കുറേ ചെറുപയർ തോരനാണ് വെക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് കുതിരാൻ വേണ്ടി അത് വെള്ളമൊഴിച്ചിട്ടിരുന്നു. അപ്പോഴത്തേന് കഞ്ഞി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊരു അടപ്പ് വെച്ച് മൂടിയിട്ട് ഞാൻ കുറച്ച് നേരം തീ ഓഫ് ചെയ്തിടും. അപ്പം മറ്റൊരടുപ്പിലേക്ക് പയർ കഴുകി അതും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്ന സമയത്തേക്ക് മോനെ കുളിപ്പിച്ച് റെഡിയാക്കി അച്ഛനെടുക്കും. സമയത്ത് അവനെ യൂണിഫോമൊക്കെ ഇടിയിപ്പിച്ച് റെഡിയാക്കി നിർത്തുവാണ്. ഏകദേശം ഇപ്പോൾ ഒരു 9 മണി ആകാറായിട്ടുണ്ട്. അപ്പം സ്കൂളിൽ ഇവർ ഒരു 9 മണി കഴിയുന്ന സമയത്താണ് ഇവർ സ്കൂളിലേക്ക് പോകാറുള്ളത്. അപ്പോൾ മാസ്കൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകും, പക്ഷേ മുഖത്തൊന്നും വെക്കത്തില്ല. ഇത് അതേപടി പോക്കറ്റിൽ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ അവൻ്റെ ടൈം ടേബിൾ അനുസരിച്ചുള്ള അവൻ്റെ ബുക്കും ടെസ്റ്റും ഒക്കെ എടുത്തു വെച്ചു.
ലഞ്ച് കൊടുത്തു വിടുന്നതും നമ്മൾ ഉണ്ടാക്കിയ ദോശയും സാമ്പാറും തന്നെയാണ്. സാധാരണ ഇവനങ്ങനെ ഫുഡ് കഴിക്കാൻ കുറച്ച് പുറകിലേക്കാണ്. പിന്നെ ദോശ ഇഡ്ഡലി മാത്രമാണ് സ്കൂളിലും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അവന് സ്കൂളിൽ പോകാനുള്ള എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 9-10 കഴിഞ്ഞപ്പോഴത്തേന് ഇവർ സ്കൂളിലേക്ക് പോകും. അച്ഛൻ ഇവനെ കൊണ്ടുവിടുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾക്ക് അവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരത്തേക്കേ ഉള്ളൂ സ്കൂളിലേക്ക് പോകുന്നത്. അച്ഛൻ അവനെയും കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് എൻ്റെ ജോലിയിലേക്ക് പിന്നെയും പോയി. കുറച്ച് പാത്രങ്ങൾ രാവിലെയൊക്കെ ആയി വരുമല്ലോ, അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് കഴുകിയെടുക്കുകയാണ്. കുറച്ച് പാത്രമേ ഉള്ളൂ, എന്നാൽ അത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടത്തിൻ്റെ സൈഡിലുള്ളതാണ്. ഇവിടെ കിണറും ഉണ്ട്, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ തന്നെ വാട്ടർ കണക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഞങ്ങൾക്ക് വെള്ളം എപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ വെള്ളം തുറന്നു വിട്ട് തന്നെയാണ് പാത്രം കഴുകുന്നത്. ജലം അമൂല്യമാണ്, പാഴാക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പാത്രം കഴുകിയെടുത്ത സമയം കൊണ്ട് പയർ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഉലർത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട്, അപ്പോൾ ഈ പയറിന് വേണ്ടി ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങായും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് അതും മിക്സും അതിലേക്ക് ചേർത്തിട്ട് വെന്തിരിക്കുന്ന പയറും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉലർത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചോറിന് കഴിക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റ് കഞ്ഞിക്ക് കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതേ അടുപ്പിൽ തന്നെ ഞാൻ കുറച്ച് രാവിലെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയ കാരണം ചെറിയ പൊടിമീനുണ്ടായിരുന്നു, അത് ഒന്ന് വറക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്മിയിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേ അടുപ്പിൽ തന്നെ നമ്മൾ ആദ്യമേ വാങ്ങി വെച്ച കഞ്ഞി വെച്ച് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. സ്കൂളിൽ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് സെറ്റിയൊക്കെ അലങ്കോലപ്പെടുത്തതെല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ചൊക്കെ ഒന്ന് എടുക്കുവാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്തെല്ലാം ചാടി വൃത്തികേടായിട്ട് ഉടഞ്ഞ് കിടക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് കുടഞ്ഞ് വിരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോഡ് സൈഡായ കാരണം കുറച്ച് ബാൽക്കണിയൊക്കെ തുറന്നിടുന്ന സമയത്ത് പൊടിയൊക്കെ കയറും. അപ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലുമൊക്കെ ഉള്ള പൊടികളൊക്കെ എല്ലാം ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സെറ്റി ഉണ്ടായിരുന്നു, സെറ്റിയിൽ കിടക്കുന്ന പൊടിയെല്ലാം ഒന്ന് വിരിച്ചെടുത്തു. ദിവാനും അതുപോലെ സെറ്റിയോട് വരുന്ന ചെയറും എല്ലാം കുടഞ്ഞ് വിരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് പുറത്ത് പോകാനുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ കുളിച്ച് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. 2 വീലറിൽ പോകുന്നുണ്ട്, ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ബാങ്കിലും പോകുന്നുണ്ട്. അതേപോലെ ഇവിടെ ഞാൻ ബാങ്കിലും പോകുന്നുണ്ട്. ഇപ്പം നാഗമ്പട സ്റ്റാൻഡിൽ തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ കരിസ്മാറ്റിക് യോഗമുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അപ്പോൾ ഈ പോകുന്ന സമയത്ത് പാല് വരുന്നതുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെ പാലിന് വെക്കാനുള്ള പാത്രവും വെച്ച് പിറ കൂട്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ സെൻറ്റർ ഉള്ളത് നാഗമ്പടം സ്റ്റാൻഡിനുള്ളിൽ തന്നെയാണ്. വളരെയധികം പേര് ചൊവ്വാഴ്ച ദിവസമാണ് അവിടെ മെയിനായിട്ട് കാരിസ്മാറ്റിക് യോഗങ്ങൾ നടക്കുന്നത്. മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ പോകാറുണ്ട്. പിന്നെ കൊറോണയൊക്കെ ആയ സമയത്ത് കുറച്ച് നാളിത് ഇല്ലാത്ത കാരണം കുറച്ചൊന്ന് ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതുവർഷമൊക്കെ ആയത് കാരണം നമുക്കതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞാനവിടെ പോയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നേരം കരിസ്മാറ്റിക് യോഗവും 1 മണിക്കൂർ നേരം അവരുടെ കുർബാനകളുമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇവരുടെ യൂട്യൂബിൽ തന്നെ ഇവരുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകളും കരിസ്മാറ്റിക് യോഗങ്ങളും ഒക്കെ യൂട്യൂബിൽ തന്നെയുണ്ട്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് എന്ന് അടിച്ചു നോക്കിയാൽ കൊണ്ട് നിങ്ങൾക്കത് കാണാനൊക്കെ കൊണ്ട് പറ്റും. ഇവര് കുടുംബങ്ങളെ ആസ്വദിക്കുന്നു, ഇവര് പ്രിയപ്പെട്ടവരെ ആസ്വദിക്കുന്നു, ഇവര് നിയോഗങ്ങളെ ആസ്വദിക്കുന്നു, ഇവരിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളെ ആസ്വദിക്കുന്നു, ഇവരായിരിക്കുന്ന രാജ്യങ്ങളെ ആസ്വദിക്കുന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ്. അവിടെ നമുക്ക് വെളിയിൽ നിന്ന് നമുക്ക് തിരി കത്തിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ഞാൻ തിരിച്ച് 1 മണി കഴിഞ്ഞ സമയത്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് അവിടെ നമ്മൾ വെച്ചിട്ട് പോയ പാലുപാത്രത്തിൽ പാലൊഴിച്ച് പാലുകാരം വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്.
അപ്പോൾ ഇത്തരം ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ പോയച്ച് വന്നതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് അടുത്ത പണിയിലേക്ക് പോവുക. ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം 2 ദിവസം മുമ്പാണ് ഫ്ലാറ്റ് മൊത്തം തുടച്ചത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് തൂത്തുവാരിയെല്ലാം ഒന്ന് എടുക്കുവാണ്. എല്ലാ മുറികളും ഞങ്ങൾക്കിവിടെ ഫ്ലാറ്റിൽ 2 ബെഡ്റൂമും ഈ ഹാളും അടുക്കളയും പിന്നൊരു വർക്ക് ഏരിയയുമാണ് ഉള്ളത്. ബാൽക്കണിയും ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഞാനൊന്ന് കാണിക്കുന്നില്ല. ഫ്രണ്ട് മാത്രം ഒന്ന് തൂത്ത് ഒക്കെ എടുക്കുന്ന എല്ലാം കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലാറ്റ് മുഴുവൻ ഞാൻ തൂത്തുവാരി എടുത്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് തുടച്ചത് കൊണ്ട് അന്ന് ഞാൻ തുടച്ചെടുക്കുന്നില്ല. ആ സമയത്തേക്ക് ഒരു 4 മണി ആകാറായിട്ടുണ്ട്. ഈ സമയത്ത് മോന് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഞാൻ അവനുള്ള കൊടുക്കാനുള്ള കോഫി തയ്യാറാക്കി വെക്കുവാണ്. വീഡിയോ ഞാനിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നാളെ മോന് എക്സാമൊക്കെ തുടങ്ങുന്നത് കൊണ്ട് അവനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ബിസി ആയിരിക്കും വൈകുന്നേരത്തിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.